ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബിൽസൺ വർഗീസ് തണ്ണിത്തോട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി 32 സങ്കീർത്തനം 6 വാക്യം വായിക്കുന്നു. ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭക്തനായിരിക്കുന്ന ദാവീദിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വാക്കാണ് നമുക്കിവിടെ പ്രഭാതത്തിൽ വായിച്ച് കേൾക്കുവാൻ തക്കണം ഇടയായിത്തീർന്നത്. ഓരോ ഭക്തനും നിന്നോട് പ്രാർത്ഥിക്കും എന്ന് ദാവീദ് ഓർപ്പിക്കുന്നു. ഭക്തനായിരിക്കുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഗ്രഹം, പ്രാർത്ഥനയാൽ തനിക്ക് ലഭിച്ച നന്മകൾ അനവധിയാണ്. 32 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ തന്നെ അതിൽ നിരവധിയായ ആത്മീയ നന്മകളെ, പ്രാർത്ഥനയാൽ പ്രാപിച്ച ചില ആത്മീയ നന്മകളെ ദാവീദ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. പ്രഭാതത്തിൽ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം കൂടാതെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, 6 വാക്യത്തിൽ നാം വായിച്ച ആ വേദഭാഗത്തിന് ഇങ്ങനെ കാണുന്നു: പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കളയോളം എത്തുകയില്ല എന്ന് നാം വായിക്കുന്നു. ഭക്തനായ ദാവീദിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദിന് പറയുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ കാര്യം, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ അനവധിയായി കടന്നു വരുവാൻ ഇടയായിത്തീരും. എന്നാൽ അതിനെ ഉപയോഗിച്ച പദം പെരുവെള്ളം എന്നുള്ള പദമാണ്. വളരെ ഭീകരമായ സാഹചര്യത്തിൽ കൂടി ഒരു പക്ഷേ മുന്നോട്ട് കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടായിന്ന് വന്നേക്കാം. എന്നാൽ പ്രാർത്ഥനയുടെ ആ ശക്തിയാൽ അവയെ അതിജീവിക്കുവാൻ ഒരു ഭക്തന് കഴിയും എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. ദാനിയേലിൻ്റെ ജീവിതം അതിന് മാതൃകയായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 6 അധ്യായം 10 വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ദാനിയേൽ തൻ്റെ നിരന്തരമുള്ള പ്രാർത്ഥനയെ താൻ ഒഴിഞ്ഞിരിക്കുന്നില്ല. രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുത് എന്നുള്ളതായി കർശനമായ രാജനിയമം മുന്നോട്ട് വന്നപ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് താൻ സ്നേഹിക്കുന്ന തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്ക ഇടയായിത്തീർന്നു. മുന്നിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന അതിഭയാനകമായിരിക്കുന്ന സിംഹത്തിൻ്റെ ഗുഹ തനിക്ക് കാണുവാൻ തക്കണം കഴിയും. എങ്കിലും തൻ്റെ ജീവിതചര്യയായിരിക്കുന്ന പ്രാർത്ഥനയിൽ നിന്ന് മാറിയിരിപ്പാൻ ദാനിയേലിന് കഴിഞ്ഞില്ല. ജീവിതത്തിൽ വളരെ പ്രതികൂലം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കടന്നു പോകേണ്ടതായി വന്നുവെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതകരം ദാനിയേലിന് അവിടെ മനസ്സിലാക്കുവാൻ തക്കണം കഴിഞ്ഞു. ദാവീദിൻ്റെ ജീവിതത്തിലും ഈ വിധത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി ദാവീദ് കടന്നുപോയിട്ടുണ്ട്. താൻ പാർത്ത ഗുഹയിൽ തന്നെ കൊല്ലുവാൻ വേണ്ടി ശൗൽ കടന്നു വരുമ്പോഴും ദൈവത്തിൻ്റെ അദൃശ്യമായ കരം തന്നോട് കൂടെയിരുന്ന് തന്നെ നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിട്ടുണ്ട്. ദാവീദിന് പറയുവാൻ കഴിയും, പെരുവെള്ളം അത് കവിഞ്ഞു വരും. ഒരുപക്ഷെ ജീവിതത്തെ തകർത്തു എന്ന് തോന്നുന്ന സാഹചര്യത്തിലുള്ള പ്രതികൂലങ്ങൾ കൂടി കടന്നു പോകേണ്ട ചില നിമിഷങ്ങൾ കടന്നു വന്നേക്കാം. എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ 7 വാക്യത്തിലാണ് നാം വായിക്കുന്നത്, കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും എന്ന് നാം വായിക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്ന് അതിനെ നന്നായി അഭിമുഖീകരിച്ചൊരു വ്യക്തിയാണല്ലോ ദാവീദ്. ദാവീദിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടതകൾ എത്രയോ വലുതാണ്. ദൈവമേ, നീ എന്നെ മറന്നു കളഞ്ഞത് എന്ത് എന്നുവരെ ചോദിക്കുവാൻ തക്കവണ്ണം ദാവീദിന്റെ ഹൃദയത്തിൽ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഈ കഷ്ടത നടുവിലും ദൈവം തന്നെ എത്ര അത്ഭുതകരമായിട്ടാണ് സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. തിരുവചനം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നുള്ളതാണ്. എന്നാൽ യഹോവ അവ എല്ലാറ്റിൽ നിന്നും തൻ്റെ ഭക്തനെ വിടുവിക്കുന്നു എന്നുള്ളത് പിന്നീട് നാം വായിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, കഷ്ടതയുടെ, ഭാരങ്ങളുടെ, വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും പ്രാർത്ഥിക്കുന്ന അതേ ഭക്തന്റെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം എന്നെ സൂക്ഷിക്കും എന്നുള്ളതാണ്. ദാവീദ് പറയുന്നുണ്ട്, നീ എനിക്ക് മറവിടമാകുന്നു. 7 വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ
കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. അതെ, പ്രാർത്ഥിക്കുന്ന ഭക്തന് പറയുവാൻ കഴിയും, എനിക്കൊരു മറവിട സ്ഥാനമുണ്ട്, എനിക്ക് ഓടി ആശ്രയിപ്പാൻ കഴിയുന്ന ഒരു സങ്കേത സ്ഥലമുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ചാരുവാൻ എനിക്കൊരു നല്ല സ്നേഹിതനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്തൻ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, അതെ, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. മൂന്നാമത്തെ കാര്യം നാം വായിക്കുന്നത് അതിൻ്റെ 7-ാം വാക്യത്തിൽ പിന്നീട് നാം വായിക്കുന്നത് എങ്ങനെയാണ്, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. അത് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ അവന് വളരെ സന്തോഷം അനുഭവിക്കാൻ തക്കണം കഴിയും എന്നുള്ളതാണ്. 4-ാം സങ്കീർത്തനം വായിക്കുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു എന്നാണല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവഭക്തന് പറയുവാൻ കഴിയുന്നത് എപ്പോഴും അവർ സന്തോഷം പ്രാപിക്കുന്നവരാണ്. ജീവിതത്തിലെ പ്രതികൂലങ്ങളിലും പ്രയാസ നടുവിലും അതിനെ സന്തോഷമെന്ന് കാണുവാൻ, അതിനെ ഏറ്റവും ഒരു അനുഗ്രഹമെന്ന് കാണുവാൻ കൊണ്ടും കഴിയുന്നത് ഒരു ഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ പ്രതികൂല നടുവിൽ സന്തോഷിക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. അതിൻ്റെ 8-ാം വാക്യത്തിൽ 4-ാമത്തെ കാര്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ എനിക്ക് വഴി കാണിച്ചു തരും എന്ന് നാം വായിക്കുന്നു. അവിടെ മാത്രമല്ല, അത് വിശദീകരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. പ്രാർത്ഥിക്കുന്ന ഭക്തനുള്ള ബന്ധത്തിൽ ഓരോ ദിവസവും അവർ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളത് ദൈവം നിശ്ചയമായി അവൻ്റെ മുന്നിൽ വഴി ഒരുക്കി കാണിച്ചു കൊടുക്കുന്നവനാണ്. ഒരുപക്ഷെ മുന്നിലുള്ള വഴി അടഞ്ഞു എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് നടുവിൽ നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി ഒരുക്കി നമ്മെ നടത്തിയവനാണ് നമ്മുടെ കർത്താവ്. എന്നെ പ്രഭാതത്തിൽ ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുടക്കം കൂടാതെ തുടരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തന്റെ ജീവിതത്തിലും നിശ്ചയമായ അനുഗ്രഹം സുനിശ്ചിതമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം ലോകത്തിൽ നമുക്ക് നയിപ്പാൻ തക്കൊണ്ടും കഴിയും. നാം അവസാനം ചിന്തിച്ചതുപോലെ നമുക്ക് മുന്നിൽ പുതുവഴികളെ ഒരുക്കി കർത്താവ് നമ്മെ നടത്തുവാനിടയായിത്തീരും. ആകയാൽ ഈ ചിന്തകളാൽ ഇന്ന് പ്രഭാതം നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ആമേൻ.